താമരശ്ശേരി ഷിബില കൊലക്കേസിൽ പ്രതി യാസിറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉടൻ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തെങ്കിലും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി മുന്നോട്ടു പോകാനാണ് ഷിബിലയുടെ കുടുംബത്തിന്റെ തീരുമാനം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ കൊലപാതകത്തിന് പിന്നാലെ വളരെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഈ പെൺകുട്ടി ദീർഘനാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനമടക്കം പല കാര്യങ്ങളാണ്. ഇതിലൊക്കെ കൃത്യമായി തെളിവെടുത്ത് വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് പോലീസിന്റെ ആലോചന? ഈ SIയുടെ സസ്പെൻഷൻ അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശ്രീജ, ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്മേൽ ഇന്ന് വാദം നടന്ന് ഇന്ന് തന്നെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയുമായി ഈ സംഭവം നടന്ന ഈങ്ങാപ്പുഴയിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. അങ്ങനെ ഈ പ്രതിയുമായി ഈ തെളിവെടുപ്പൊക്കെ എത്തുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഈ തെളിവെടുപ്പ് നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ആലോചനകൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഇയാളുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവും മാതാവും ഒക്കെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുകയും പിന്നീട് മാധ്യമങ്ങളെ കണ്ട് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഈ വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ PRO ആയ പ്രിൻസിപ്പൽ SIയോടാണ് പരാതി പറഞ്ഞത്. പക്ഷേ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ പരാതി എടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും പ്രത്യേകിച്ച് ഈ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഓൻ വാങ്ങി തന്ന വസ്ത്രം ഞങ്ങൾ തരാൻ എങ്ങനെ പറയും എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പോലും പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് അറിയുന്നു. അതുകൊണ്ട് ഒരു പോലീസുകാരന്റെ എതിരെ മാത്രം നടപടിയെടുത്താൽ പോരാ, ഇക്കാര്യത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും കസ്റ്റഡി ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.